ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ സംസ്കാരം ഇന്ന് 3:30 കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ നടക്കും. 1 മണിയോടെ മൃതദേഹം വീട്ടിൽ എത്തിക്കും. വീട്ടുകാരുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തി. കട്ടപ്പന സിഐയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. സുബിൻ തോമസ് ഒപ്പം ചേർന്നു. സുബിൻ, എന്താണ് വിവരങ്ങൾ? കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഇന്ന് സംസ്കരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയത്തിലാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 1 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാവും മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. നിലവിലിപ്പോൾ ഈ അന്വേഷണവുമായി പോലീസ് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീട്ടുകാരുടെ മൊഴി പോലീസ് എത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാബുവിന്റെ ഭാര്യയുടെയും മക്കളുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇവർ മുമ്പോട്ട് വെച്ച ആരോപണം, അതായത് പ്രധാനമായും ബാങ്ക് ജീവനക്കാർക്കുമെതിരായിട്ടുള്ള ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. കൂടാതെ CPM-ന്റെ മുൻ ലോക്കൽ സെക്രട്ടറിയും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ VR സജിക്കെതിരായ ആരോപണം, അതായത് ഈ സാബുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അത് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് മുഖ്യ കാരണമായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ മൊഴിയായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാവും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാർ, ഈ സാബു പേരെഴുതി വെച്ചിരുന്ന ജീവനക്കാരെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവരെ വിളിച്ച് ചോദ്യം ചെയ്യുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെയാണ് ഏതായാലും ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും അത്യന്തം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ളത്. പ്രധാനമായും വൃദ്ധരായ മാതാപിതാക്കളും അതുപോലെ തന്നെ 2 രോഗിയായ ഭാര്യയുമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒക്കെ അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു കുടുംബത്തിൽ ഉണ്ട്. എന്തായാലും നിലവിലിപ്പോൾ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.